ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. കാസർഗോഡ് കളക്ടറേറ്റിലെ UD ക്ലർക്ക് ആശാലത ജീവനൊടുക്കിയത് ഒറ്റപ്പെടുത്തിയതിൽ മനംനൊന്തെന്ന് ഭർത്താവ് അജയൻ. ജോലിസ്ഥലത്ത് ഒറ്റപ്പെട്ട സാഹചര്യം ഉള്ളതായി സൂചിപ്പിച്ചിരുന്നു. ഭരണമാറ്റത്തോടെ സഹപ്രവർത്തകർ ഉൾപ്പെടെ ഒറ്റപ്പെടുത്തിയതായി ആശയ്ക്ക് തോന്നിയിരുന്നു. എല്ലാ കാര്യത്തിലും മുന്നിട്ടിറങ്ങിയ ആശ ജീവനൊടുക്കിയത് വിശ്വസിക്കാനാവുന്നില്ലെന്നും അജയൻ പറയുന്നു. വിശദമായ അന്വേഷണം നടത്തണമെന്നും എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമാകണമെന്നും കുടുംബം പറയുന്നു. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, ഓഫീസിൽ എന്നെ എല്ലാവരും ഒറ്റപ്പെടുത്തുന്നുണ്ട്. ഞാൻ പറഞ്ഞു, എനിക്ക് പറ്റും, അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്ക് പറ്റുന്നില്ലെങ്കിൽ ജോലി രാജിവെച്ചോ അങ്ങനെ ഞാൻ പറഞ്ഞത്. ഞാൻ ശനിയാഴ്ച രാവിലെ അവിടെ എത്തിയത്. അപ്പോൾ ഞാൻ ചോദിച്ചു അവളോട്, ചെന്ന് കണ്ട ഉടനെ, നീ എന്തിനാ ഇങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞു ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഓഫീസിൽ എന്നെ എല്ലാവരും ഒറ്റപ്പെടുത്തുന്നു. അതന്നെ അവൾ അപ്പോഴും പറഞ്ഞത്. കൂടുതൽ വിവരങ്ങളുമായി രതീഷ് വാസ്തവൻ ചേരുകയാണ് കാസർഗോഡ് നിന്ന്. രതീഷ്, ഈ സർക്കാർ മാറും, പക്ഷേ ഉദ്യോഗസ്ഥർ ഈ തലത്തിൽ ജോലി ചെയ്യുമ്പോഴുള്ള പലരും സംഘടനാ പ്രവർത്തനവും ഉണ്ടാകും. പക്ഷേ ഇത്തരത്തിൽ ഒറ്റപ്പെടുത്തുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അതാണ് ഈ മരണത്തിലേക്ക് നയിച്ചത് എന്നാണ് കുടുംബത്തിന്റെ ആരോപണം. രുചിഷെ, തീർച്ചയായും അങ്ങനെ തന്നെ. നമുക്കറിയാം, ഭരണം മാറുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള സ്ഥലമാറ്റമൊക്കെ സ്വാഭാവികമാണ്. പക്ഷേ ഈ സഹപ്രവർത്തകരുടെ ഇടയിൽ ഒറ്റപ്പെടുക എന്നത് ഒരു പുതിയ ചർച്ചയാണ്. കാരണം ഇത്തരത്തിലുള്ള വേർതിരിവ് അവർക്കിടയിൽ ഉണ്ട് എന്നത് വ്യക്തമാക്കുന്നതാണ് ഈ അജയൻ ഉൾപ്പെടെ, ആശാലതയുടെ ഭർത്താവ് അജയൻ ഉൾപ്പെടെ പറയുന്ന ആക്ഷേപം. കാരണം തനിക്ക് ഇങ്ങനെ ഒറ്റപ്പെടൽ ഉണ്ടായി എന്ന് ആശാലത അജയനോട് പറയുന്ന സാഹചര്യം ഉണ്ടായി. അതിനുശേഷം വലിയ പ്രയാസമാണെങ്കിൽ ജോലി ഉപേക്ഷിച്ചോളൂ, കുഴപ്പമില്ല എന്ന് പറയുന്ന സാഹചര്യം പോലും ഉണ്ടായി. അത്രത്തോളം മാനസിക സമ്മർദ്ദം അവർക്കുണ്ടായിരുന്നു ഇത്തരത്തിൽ ഈ ജോലി സ്ഥലത്ത് ഇങ്ങനെ ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായതെന്ന് അത് ബന്ധുക്കളോട് പറഞ്ഞിട്ടുണ്ട്. മറ്റ് അജയനോട് മാത്രമല്ല മറ്റു ബന്ധുക്കളോടും ജോലി സ്ഥലത്ത് ഇത്തരത്തിൽ ഒരു ഒറ്റപ്പെട്ട അവസ്ഥയുണ്ട്. അതായത് ഇപ്പോൾ എൻഡോസൾഫാൻ സെല്ലിലേക്കാണ് മാറിയിട്ടുള്ളത്. മെയ് 12-നായിരുന്നു ഇത്തരത്തിലൊരു മാറ്റം ഉണ്ടായത്. ഇപ്പോഴും തന്നെ ഈ ഭരണമാറ്റത്തിൻ്റെ തൊട്ടു മുമ്പ് ഉണ്ടായ ഈ മാറ്റം വലിയ തരത്തിൽ ആശങ്കയുണ്ട്. താൻ ഒറ്റപ്പെടുന്നതായി അവർക്ക് തോന്നിയതായും ബന്ധുക്കളും അജയനൊക്കെ പറയുന്നുണ്ട്. മാത്രമല്ല, വലിയ തരത്തിൽ സംഘടനാ പ്രവർത്തകർക്ക് സജീവമായിരുന്ന ഓണാഘോഷ പരിപാടി ഉൾപ്പെടെ അവിടെ കളക്ട്രേറ്റിൽ നടക്കുന്നതിനൊക്കെ നേതൃത്വം നൽകിയ ഒരാളെന്ന നിലയിൽ ആശാലത സ്വാഭാവികമായിട്ടും ഈ ഓണക്കാലത്ത് അത്തരം പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ താൻ അതിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടു എന്ന തോന്നലുണ്ടായി. അത്തരത്തിൽ ആ തോന്നൽ വലിയ തരത്തിൽ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവാം. അങ്ങനെ എന്തുകൊണ്ട് അങ്ങനെ മാറ്റി നിർത്തി എന്നത് ഉൾപ്പെടെ പരിശോധിക്കണമെന്നാണ് ബന്ധുക്കൾ ഇപ്പോൾ പറയുന്നത്. എന്തായാലും വളരെ ആക്റ്റീവായ എല്ലാ തരത്തിലും നാട്ടിലുൾപ്പെടെ വലിയ സജീവമായി സാംസ്കാരിക രംഗത്തൊക്കെ തന്നെ സജീവമായി ഇടപെടുന്ന, ഓണാഘോഷ പരിപാടികളൊക്കെ തന്നെ സജീവമായി ഇടപെടുന്ന, അന്ന് പോലും ഈ ഇതുമായി ബന്ധപ്പെട്ട പ്രദേശത്തെ ക്ലബിലെ ഓണാഘോഷ പരിപാടിയുടെ സംഘാടക സമിതിയിൽ പങ്കെടുത്ത, അന്ന് രാവിലെ തന്നെ ജിംനേഷ്യത്തിൽ പോയ ഒരു ആളാണ് ആശാലത. അതിനുശേഷമാണ് ഇവിടേക്ക് പോകുന്നു, കളക്ട്രേറ്റിലേക്ക് പോകുന്നതും ഇത്തരത്തിൽ വിഷം കഴിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നത്. അതിനുശേഷം ഉച്ചയോടുകൂടിയാണ് സ്വകാര്യ ആശുപത്രിയിൽ ആശാലത തന്നെ വാഹനം ഡ്രൈവ് ചെയ്തെത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. എന്തായാലും ഇതൊക്കെ തന്നെ ബന്ധുക്കൾക്കും ആശങ്കയുണ്ട്. കാരണം ഇങ്ങനെ ഒരു മാനസിക സമ്മർദ്ദം ഉണ്ടായിരുന്നു. അത്തരത്തിൽ ഈ ജീവനൊടുക്കാൻ തക്ക കാര്യത്തിൽ എന്താണ് ഉണ്ടായത് അത് സംബന്ധിച്ച് പരിശോധന നടത്തണം. മറ്റൊരാൾക്കും ഈ ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു, മറ്റൊരു കുടുംബത്തിനും ഇത്തരം ഒരു സാഹചര്യം ഉണ്ടാവരുത് എന്ന തരത്തിലാണ് ഈ അജയനും ബന്ധുക്കളും ഒക്കെ തന്നെ ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. എന്തായാലും ജില്ലാ ഭരണകൂടം ADM ഉൾപ്പെടെ വലിയ വിശദമായ അന്വേഷണം നടത്താൻ ആവശ്യപ്പെട്ട ഘട്ടത്തിലാണ് ബന്ധുക്കളുടെയും ഇത്തരത്തിലുള്ളൊരു പരാതി വന്നിട്ടുള്ളത്. രുചീഷ്. ശരി രതീഷ്, എന്തായാലും ആ പരാതി ഉയർത്തുകയാണ്. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ജീവനക്കാർക്കിടയിൽ തന്നെ ഇത്തരത്തിൽ ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് എന്നാണ്